നിങ്ങൾ എത്ര പരിശ്രമിച്ചാലും പണം കയ്യിൽ നിൽക്കാതെ പോകുന്നുണ്ടോ? വരുമാനമുണ്ടെങ്കിലും അവസാനം ശൂന്യത മാത്രം അനുഭവപ്പെടുന്നുണ്ടോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കായിട്ടാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വെറും കഥയോ വിശ്വാസമോ അല്ല. നൂറ്റാണ്ടുകളായി ആളുകൾ വിശ്വസിച്ചനുഭവിച്ച ഒരു ശക്തമായ പണം ആകർഷിക്കുന്ന മന്ത്രമാണ്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, അവസാനം വരെ ശ്രദ്ധിച്ചു കേൾക്കൂ. കാരണം ഒരു ചെറിയ പിഴവ് പോലും ഫലം കുറയ്ക്കും. പണം എന്നത് വെറും നോട്ടല്ല, അതൊരു എനർജിയാണ്. നിങ്ങളുടെ ചിന്ത, നിങ്ങളുടെ വാക്ക്, നിങ്ങളുടെ വിശ്വാസം ഇവയോട് പണം പ്രതികരിക്കും. അതുകൊണ്ടാണ് ചിലർ കുറച്ച് ജോലി ചെയ്തിട്ടും സമ്പന്നരാകുന്നത്. ചിലർ രാവും പകലും കഷ്ടപ്പെട്ടിട്ടും ഒന്നും കൈവരിക്കാത്തത്. കാരണം അവർ എനർജിയോട് സംസാരിക്കുന്നില്ല. മന്ത്രം എന്നത് എനർജിയോട് സംസാരിക്കുന്ന ഭാഷയാണ്. ഈ മന്ത്രം പറയുന്നതിന് മുൻപ് ഈ 3 കാര്യങ്ങൾ ഉറപ്പാക്കണം. കുളിച്ച് ശുദ്ധമായ വസ്ത്രം ധരിക്കുക, ഫോൺ സൈലന്റ് അല്ലെങ്കിൽ എയർപ്ലെയിൻ മോഡ് വയ്ക്കുക, മനസ്സിൽ ഒരേയൊരു ചിന്ത മാത്രം: എനിക്ക് സമ്പത്ത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. സംശയം, പരിഹാസം, പരീക്ഷണ മനോഭാവം ഇവ ഉണ്ടായാൽ മന്ത്രം പ്രവർത്തിക്കില്ല. ഇപ്പോൾ ശ്രദ്ധിച്ചു കേൾക്കൂ. ഈ മന്ത്രം ദിവസം 108 തവണ പറയണം. രാവിലെ സൂര്യോദയത്തിന് ശേഷം അല്ലെങ്കിൽ രാത്രി ഉറങ്ങുന്നതിന് മുൻപ്. മണി അട്രാക്ഷൻ മന്ത്ര: ഓം ശ്രീം മഹാലക്ഷ്മിയേ നമഃ. ഇത് പറയുമ്പോൾ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യണം: സ്വർണപ്രകാശം നിങ്ങളുടെ വീട്ടിലേക്ക്, നിങ്ങളുടെ കൈകളിലേക്ക്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒഴുകി വരുന്നത്. പണം നിങ്ങളെ തേടി വരുന്നത്, അവസരങ്ങൾ തുറക്കുന്നത്, കടങ്ങൾ കുറയുന്നത്. ഇതനുഭവിക്കണം. ഈ മന്ത്രം 21 ദിവസം തുടർച്ചയായി ചെയ്യണം. ഒരു ദിവസം സ്കിപ്പ് ചെയ്താൽ കൗണ്ട് വീണ്ടും 1 മുതൽ തുടങ്ങണം. 21 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ശ്രദ്ധിക്കുന്ന മാറ്റങ്ങൾ: അപ്രതീക്ഷിത അവസരങ്ങൾ, തടഞ്ഞു നിന്ന പണം ലഭിക്കുക, മനസ്സിലെ പേടി കുറയുക, ആത്മവിശ്വാസം വർദ്ധിക്കുക. പലരും ചെയ്യുന്നൊരു വലിയ തെറ്റ്: മന്ത്രം പറഞ്ഞിട്ട് എന്താ മാറ്റമില്ലാത്തത് എന്ന് പറയുന്നത്. അത് എനർജിയെ തന്നെ തടയും. മന്ത്രം പറഞ്ഞാൽ വിശ്വാസത്തോട് വിടുക. വിത്ത് വിതച്ചിട്ട് നാളെ തന്നെ ഫലം ചോദിക്കരുതല്ലോ. ഇന്നു മുതൽ ഈ മന്ത്രം നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കൂ. നിങ്ങൾക്ക് അനുഭവപ്പെട്ട മാറ്റങ്ങൾ കമന്റിൽ എഴുതൂ. മറ്റുള്ളവർക്കും സഹായമാകട്ടെ. സമ്പത്ത്, സമൃദ്ധി, സമാധാനം നിങ്ങളെ തേടി വരട്ടെ. നന്ദി.